നമസ്കാരം. മെക്സിക്കോയിലെ സോച്ചിൽമിൽക്കോ കനാലുകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈ ദ്വീപിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഭയവും ഏകാന്തതയും നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഡോൺ ജൂലിയൻ സാന്റാന ബറേറ എന്ന സാധാരണക്കാരൻ്റെ തൻ്റെ കുടുംബത്തെയും നഗരജീവിതത്തെയും ഉപേക്ഷിച്ച് ഈ വിജനമായ ദ്വീപിലേക്ക് ചേക്കേറിയത് 1950കളിലാണ്. എന്നാൽ അദ്ദേഹം അവിടെ എത്തിയത് സമാധാനത്തിനായല്ല, പ്രകൃതിയുടെയും ആത്മാക്കളുടെയും ഇടയിലുള്ള ഒരു മധ്യസ്ഥനാകാനാണെന്ന് കാലം തെളിയിച്ചു. ദ്വീപിലെത്തിയ ആദ്യ നാളുകളിൽ തന്നെ അപ്രതീക്ഷിതമായ ഒരു ദുരന്തത്തിന് അദ്ദേഹം സാക്ഷിയായി. കനാലിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ഒരു കൊച്ചു പെൺകുട്ടി മുങ്ങി മരിക്കുന്നത് അദ്ദേഹം കണ്ടു. അവളെ രക്ഷിക്കാൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും മരണം സെക്കൻഡുകൾക്ക് മുമ്പേ അവളെ കൊണ്ടുപോയിരുന്നു. ആ കുട്ടിയുടെ ചേതനയേറ്റ ശരീരം വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്ന ഒരു പാവയും അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവം ജൂലിയൻ്റെ മനസ്സിനെ ആഴത്തിൽ മുറിപ്പെടുത്തി. അന്ന് തൊട്ട് ആ പെൺകുട്ടിയുടെ ആത്മാവ് ദ്വീപിൽ അലയുന്നുണ്ടെന്നും തന്നോട് സംസാരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ കാറ്റിൻ്റെ ശബ്ദത്തിനൊപ്പം അവളുടെ നിലവിളിയും അടക്കം പറച്ചിലും കേൾക്കാമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഭയത്താൽ വിറച്ച ജൂലിയൻ ആ ആത്മാവിനെ സന്തോഷിപ്പിക്കാനായി കനാലിൽ നിന്ന് കിട്ടിയ ആ ആദ്യത്തെ പാവയെ ഒരു മരത്തിൽ തൂക്കിയിട്ടു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം ഈ ദ്വീപിനെ പാവകളെ കൊണ്ട് നിറയ്ക്കുക എന്നതായി മാറി. ഓരോ പാവയും ആ പെൺകുട്ടിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വഴിയാണെന്ന് അദ്ദേഹം കരുതി. ആളുകൾ അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായി കണ്ടുവെങ്കിലും ആ വിജനമായ ദ്വീപിൽ അദ്ദേഹം തൻ്റെ നിഗൂഢമായ ലോകം പടുത്തുയർത്തുകയായിരുന്നു. അടുത്ത 50 വർഷക്കാലം ജൂലിയൻ സാന്റാന പാവകളെ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹം എവിടെ നിന്നും പുതിയ പാവകൾ വാങ്ങിയിരുന്നില്ല. പകരം കനാലിലൂടെ ഒഴുകി വരുന്ന പാവകൾ, ചപ്പു ചവറുകൾക്കിടയിൽ വലിച്ചെറിയപ്പെട്ടവ, ആളുകൾ ഉപേക്ഷിച്ചു പോയ പഴയ പാവകൾ എന്നിവയെല്ലാം അദ്ദേഹം ശേഖരിച്ചു. ഈ പാവകൾ ഭൂരിഭാഗവും വികൃതമായ രൂപത്തിലുള്ളതായിരുന്നു. ചിലതിന് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല, ചിലതിന് കൈകാലുകൾ നഷ്ടപ്പെട്ടിരുന്നു, മറ്റു ചിലത് ചെളിയിൽ കുതിർന്ന് നിറം മങ്ങിയവയായിരുന്നു. എന്നാൽ ജൂലിയനെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം ജീവനുള്ളവയായിരുന്നു. അദ്ദേഹം ഈ പാവകളെ ദ്വീപിൻ്റെ ഓരോ കോണിലും തൂക്കിയിട്ടു. മരങ്ങളുടെ ചില്ലകളിലും കുടിലിൻ്റെ മേൽക്കൂരകളിലും വേലികളിലും ഈ പാവകൾ സ്ഥാനം പിടിച്ചു. കാലം കടന്നു പോയപ്പോൾ ഈ പാവകൾക്ക് മുകളിൽ ചിലന്തി വലകളും പായലുകളും നിറഞ്ഞു. അവയുടെ പ്ലാസ്റ്റിക് കണ്ണുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുമ്പോൾ അവ ശരിക്കും ജീവനുള്ള കുട്ടികളെ പോലെ തോന്നിപ്പിക്കുമായിരുന്നു. ജൂലിയൻ ഈ പാവകളോട് സംസാരിക്കുമായിരുന്നു, അവയ്ക്ക് വസ്ത്രങ്ങൾ നൽകുകയും അവയുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ദ്വീപ് സന്ദർശിക്കാൻ തുടങ്ങിയ ചിലർ പറയുന്നത് ഈ പാവകൾ രാത്രികാലങ്ങളിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട് എന്നാണ്. ജൂലിയൻ തന്നെ പലപ്പോഴും അവകാശപ്പെട്ടിരുന്നത് പാവകൾ രാത്രിയിൽ മരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങുകയും കനാലിലെ ആത്മാവിനൊപ്പം കളിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഈ പാവകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്തെന്നാൽ അവ വെറും പാവകളല്ല, മറിച്ച് മരിച്ച കുട്ടികളുടെ പ്രതിരൂപങ്ങളായാണ് അവിടെ കാണപ്പെട്ടത്. അഴുക്കുചാലുകളിൽ നിന്ന് കിട്ടിയ ആ വികൃത രൂപങ്ങൾ വായുവിൽ ആടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലും അവിടെ എത്തുന്നവരെ ഭീതിയുടെ നിഴലിലാക്കുകയായിരുന്നു. ഈ വിചിത്രമായ ശീലം ജൂലിയൻ്റെ ഒരുതരം ഭ്രാന്തായിരുന്നു അതോ ആത്മീയമായ ഒരു കർമ്മമായിരുന്നു എന്നത് ഇന്നും തർക്ക വിഷയമാണ്. 2001 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ജൂലിയൻ സാന്റാന അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവസ്ഥലത്തെ നിഗൂഢതകൾക്ക് മറ്റൊരു തലം കൂടി നൽകി. ദശകങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടി മരിച്ച അതേ സ്ഥലത്ത്, അതേ കനാലിൽ തന്നെയാണ് ജൂലിയനും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ആ മൃതദേഹം ആദ്യം കണ്ടത്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണമെങ്കിലും നാട്ടുകാരുടെ വിശ്വാസം മറ്റൊന്നാണ്. ആ പെൺകുട്ടിയുടെ ആത്മാവ് ഒടുവിൽ ജൂലിയനെ തൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. 50 വർഷക്കാലം തനിക്ക് കാവലിരുന്ന, തന്നെ സ്നേഹിച്ച ആ മനുഷ്യനെ ആത്മാവ് സ്വീകരിച്ചതാണെന്ന് അവർ പറഞ്ഞു നടന്നു. ജൂലിയൻ്റെ മരണത്തോടെ ആ ദ്വീപ് അനാഥമായി എന്ന് തോന്നിച്ചുവെങ്കിലും അവിടുത്തെ പാവകളെന്നും ആ ദ്വീപിനെ സംരക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ദ്വീപിനെക്കുറിച്ചുള്ള ഭീതി പടർത്തുന്ന കഥകൾ ലോകമെമ്പാടും പടർന്നു. ജൂലിയൻ മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും പാവകൾക്കിടയിൽ ഉണ്ടെന്ന് പല സഞ്ചാരികളും വിശ്വസിക്കുന്നു. അവിടെയുള്ള പാവകളുടെ ചലനങ്ങളും വിചിത്രമായ ശബ്ദങ്ങളും മുമ്പത്തേക്കാൾ ശക്തമായതായ റിപ്പോർട്ടുകൾ വരുന്നു. ചില രാത്രികളിൽ കനാലിന് സമീപം ഒരു വൃദ്ധൻ്റെയും ചെറിയ പെൺകുട്ടിയുടെയും രൂപങ്ങൾ കാണാറുണ്ടെന്ന് അവിടുത്തെ മീൻപിടുത്തക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ജൂലിയൻ്റെ മരണം ആ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യായത്തിൻ്റെ അവസാനമായിരുന്നില്ല, മറിച്ചൊരു നിത്യമായ ശാപത്തിൻ്റെ തുടക്കമായിരുന്നു. അദ്ദേഹം ശേഖരിച്ച പാവകൾ ഇന്നും അവിടെ തന്നെയുണ്ട്. കാറ്റിലാടുമ്പോൾ അവ ജൂലിയൻ്റെ കഥകൾ പരസ്പരം വിളിച്ചു പറയുന്നുണ്ടാകാം. ഈ നിഗൂഢ മരണം ആ ദ്വീപിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമസ്യയായി ഇന്നും അവശേഷിക്കുന്നു. ഇന്ന് ഐലൻഡ് ഓഫ് ഡോൾസ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാർക്ക് ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ്. അവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയും പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ യുക്തിക്ക് നിരക്കാത്തവയാണ്. പലരും പറയുന്നത് തങ്ങൾ പാവകളുടെ അടുത്തുകൂടി നടക്കുമ്പോൾ
അവ തങ്ങളെ തന്നെ നോക്കി കണ്ണു ചിമ്മുന്നു എന്നാണ്. ചില പാവകൾ തങ്ങളുടെ തല തിരിച്ച് സഞ്ചാരികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാറുണ്ടെന്നും പലരും പറയുന്നു. കാറ്റില്ലാത്ത ഉച്ച സമയങ്ങളിൽ പോലും മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന പാവകൾ പെട്ടെന്ന് ആടാൻ തുടങ്ങുന്നത് അവിടെ പതിവാണ്. ചില സഞ്ചാരികൾ പകർത്തിയ വീഡിയോകൾ പാവകൾ സംസാരിക്കുന്നതായും വിചിത്ര ആംഗ്യങ്ങൾ കാണിക്കുന്നതായും കാണാം. ഇത് വെറും ഒരു തോന്നലാണെന്നും മറിച്ച് അമാനുഷികമായ ഒരു ശക്തി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നു. രാത്രികാലങ്ങളിൽ ആ ദ്വീപ് ഒരു പ്രേതഭവനം പോലെ മാറും. കനാലിലൂടെ ബോട്ടിൽ പോകുന്നവർക്ക് ദ്വീപിനുള്ളിൽ നിന്ന് നേർത്ത ചിരികളും കരച്ചിലുകളും കേൾക്കാൻ സാധിക്കും. സന്ദർശകർ ആ പെൺകുട്ടിയുടെ ആത്മാവിനോടുള്ള ബഹുമാന സൂചകമായി ഇന്നും അവിടെ പാവകൾ സമർപ്പിക്കാറുണ്ട്. എന്നാൽ പുതിയ പാവകൾ അവിടെ കൊണ്ടുവച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ അവ പഴയ പാവകളുടെ അതേ വികൃത രൂപം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. ദ്വീപിൽ കാൽ കുത്തുമ്പോൾ തന്നെ ഒരുതരം ഭാരമേറിയ അന്തരീക്ഷം അനുഭവപ്പെടാറുണ്ടെന്ന് പലരും പറയുന്നു. നമ്മുടെ കണ്ണുകൾ ആ പാവകളിൽ പതിക്കുമ്പോൾ അവ നമ്മോടെന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന തോന്നൽ മനസ്സിനെ വേട്ടയാടും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാരനോർമൽ വിദഗ്ധർ അവിടെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ പാവകളുടെ നിഗൂഢമായ ചലനങ്ങൾക്ക് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എല്ലാ നിഗൂഢതകൾക്കും പിന്നിൽ ഒരു ശാസ്ത്രീയമായ വശമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. ഐലൻഡ് ഓഫ് ഡോൾസ് എന്ന പ്രതിഭാസത്തെ ശാസ്ത്രം വിശകലനം ചെയ്യുന്നത് പരഡോളിയ എന്ന മാനസികാവസ്ഥയിലൂടെയാണ്. അർത്ഥശൂന്യമായ രൂപങ്ങളിൽ പരിചിത മുഖങ്ങൾ കണ്ടെത്താനുള്ള മനുഷ്യന്റെ പ്രവണതയാണിത്. പാവകളുടെ കണ്ണുകൾക്കും വികൃതമായ രൂപങ്ങൾക്കും മേൽ സൂര്യപ്രകാശവും നിഴലും വീഴുമ്പോൾ അവ നമ്മളെ നോക്കുന്നതായി തോന്നുന്നത് ഇതുകൊണ്ടാണ്. കൂടാതെ ദശകങ്ങളോളം പ്രകൃതിയുടെ മാറ്റങ്ങൾ അനുഭവിച്ച പാവകളുടെ പ്ലാസ്റ്റിക് നിർമ്മിതമായ ശരീരങ്ങൾ ഉരുകിയും വിണ്ടുകീറിയും ഇരിക്കുന്നത് അവയ്ക്ക് ഭയാനകമായ രൂപം നൽകുന്നു. കടന്നലുകൾ പാവകളുടെ തലയ്ക്കുള്ളിൽ കൂടുകൂട്ടുന്നതും കാറ്റ് വീശുമ്പോൾ അവയിലൂടെ ശബ്ദങ്ങൾ പുറത്തു വരുന്നതും സ്വാഭാവികമായ പ്രതിഭാസമാണെന്നാണ് ശാസ്ത്രജ്ഞർ വാദിക്കുന്നത്. എങ്കിലും ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത ചില ചോദ്യങ്ങൾ അവിടെ ബാക്കിയുണ്ട്. ജൂലിയന്റെ മരണവും ആ ദ്വീപിലെ വിചിത്രമായ ഏകാന്തതയും വെറുമൊരു യാദൃച്ഛികമായി തള്ളിക്കളയാനാവില്ല. പ്രകൃതി നിയമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ശക്തമായ വിശ്വാസവും പേടിയും ഒരു പ്രദേശത്തെ എങ്ങനെ മാറ്റിയെടുക്കുമെന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈ ദ്വീപ്. ഇന്ന് ആ പാവകൾ മെക്സിക്കോയിലെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഭയപ്പെടുത്തുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലുപരി അത് നഷ്ടപ്പെട്ട സ്നേഹത്തിന്റെയും അലയുന്ന ആത്മാക്കളുടെയും ഒരു സ്മാരകമായി നിലകൊള്ളുന്നു. ശാസ്ത്രം എത്ര വിശദീകരിച്ചാലും സോച്ചിൽമിൽക്കോയിലെ ആ ഇരുണ്ട കനാലിലൂടെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ പാവകളുടെ ആ നിഗൂഢമായ ചിരി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ TV.